മീഡിയസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ UK ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുന്നു. ഏകദേശം 17 ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ആദ്യമായിട്ട് ഒരു സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾ നമ്മൾ കാണുന്നത് ബുക്കിംഗ് ഒക്കെ വളരെ വൈകി തലേ ദിവസമോ 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ ഞെട്ടിച്ചിരിക്കുകയാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം. UK-യിൽ ബുക്കിംഗ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ജനുവരി 28 തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. UK, യൂറോപ്യൻ രാജ്യങ്ങളിൽ 4 സീസൺസ് ക്രിയേഷൻസ് ആണ് സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം. അവിടെ പറയുന്നത് മേജർ ചെയിൻസ് ഓഫ് ബുക്കിംഗ് ഓപ്പണിംഗ് സൂൺ എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡ് റിലീസ് ഈ സിനിമയുടെ ഫെബ്രുവരി 15 ഒരു ക്ലാസ് സിനിമയ്ക്ക് ജനങ്ങൾ കാത്തിരിക്കണമെങ്കിൽ ഒറ്റപ്പേരേ ഉള്ളൂ, മമ്മൂട്ടി എന്ന് തന്നെ പറയാം. സാധാരണ തട്ടുപൊളിപ്പൻ സിനിമകളുടെ പുറകെ ജനങ്ങൾ പോകുമ്പോൾ, വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് മമ്മൂട്ടിയിലേക്ക് ചേക്കേറേണ്ട അവസ്ഥ തന്നെയാണ്. ഇവിടെ ഭ്രമയുഗം വരുമ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത് വ്യത്യസ്തമായ കൊടൂരമായ അഭിനയം കാണാനായിട്ട് അവർ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. ഇത് നമുക്കറിയാം, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മമ്മൂട്ടി നായകനായി എത്തുന്നു. ചക്രവർത്തി രാമചന്ദ്ര, S. ശശികാന്ത് ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മലയാളത്തിലെ ഒരു മികച്ച താരനിര എന്ന് തന്നെ പറയാം. വലിയ താരനിര എന്നല്ല, മികച്ച താരനിര. അർജുൻ അശോകൻ, അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതായത് വരുന്ന ആഴ്ചയിൽ സിനിമയുടെ ട്രെയിലർ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 15 ആണ് ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുന്നത്. എന്തായാലും ദ ഏജ് ഓഫ് മാഡ്നസ് കാണാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരു ക്ലാസിക് മൂവി കാണാൻ വേണ്ടി തന്നെ. ഇപ്പോൾ ഭ്രമയുഗത്തിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് വ്യാഴാഴ്ച 15 ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ പോലെ UK-യിൽ പല സ്ഥലങ്ങളിലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മലയാളത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ഹൊറർ ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക ജോണറിലുള്ള സിനിമ തന്നെയാണ്. എന്താണേലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമ്മൾ ഇതുവരെയുള്ള കളർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും കൗതുകം തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. അങ്ങനെ കാണുന്നവരാരൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്താണെങ്കിലും ഈ ഒരു സിനിമ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ ഈ സിനിമ എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്താണെങ്കിലും മമ്മൂട്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ ഇന്ത്യയിൽ അല്ല, ലോകത്ത് ഇപ്പോൾ ഒരു നടനുമില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ഗംഭീരമായി അഭിനയത്തിന് വേണ്ടി മാത്രം അർപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മളെ ഞെട്ടിക്കാൻ കഴിയുന്ന തരത്തിൽ ഇനിയും ഒരുപാട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.